പെരുവന്താനം ടൗണിന് സമീപം പള്ളിഭാഗത്ത് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ്. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ കാട്ടുപന്നികൾ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷികൾ നശിപ്പിക്കുന്നത് പതിവ് സംഭവമാണ്. കർഷകരുടെ കപ്പ, ചേന, വാഴ, റബ്ബർ, തെങ്ങ് അടക്കമുള്ളവ കാട്ടുപന്നിക്കൂട്ടം കുത്തി നശിപ്പിക്കുകയാണ്. പലപ്പോഴും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് ഇരുചക്ര വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും അത്ഭുതകരമായാണ് രക്ഷപ്പെടുന്നത്. നാളുകളായി 10, 20, 25 ഒരു പട്ട ഇങ്ങ് വരുന്നത്. പല പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു. അവർ പറഞ്ഞു നിങ്ങൾ കാണിച്ചു തന്നാൽ ഞങ്ങൾ വെടിവെക്കാമെന്ന്. ഏത് സമയത്താണ് ഇത് വരുന്നത്? നമുക്കിങ്ങനെ കാണിക്കാൻ പറ്റും. ഇത് നിങ്ങൾ വന്ന് അവർ വന്ന് കാത്തു നിന്നാൽ കണ്ടുപിടിക്കും. വാളുകൊണ്ട് വെട്ടുന്ന വെട്ടി മറിച്ച് കിട്ടുക. അതില്ല വാഴയും എല്ലാ സാധനവും നശിപ്പിക്കുക. അതുകൊണ്ട് പിള്ളേർക്കരെ വെളിയിറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം സന്ധ്യയാകുമ്പോഴേ ഇറങ്ങും. ഇത് വനം വകുപ്പിൽ പരാതി നൽകിയാലും യാതൊരു നടപടിയും സ്വീകരിക്കാറില്ലെന്ന പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു. ടാപ്പിംഗ് നടക്കാത്ത റബ്ബർ തോട്ടങ്ങളിലും കാട് പിടിച്ചു കിടക്കുന്ന പുരികിടങ്ങളിലുമാണ് കാട്ടുപന്നിക്കൂട്ടം തമ്പടിക്കുന്നത്. ഇവ പിന്നീട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും വ്യാപക നാശനഷ്ടം വരുത്തുകയുമാണ് ചെയ്യുന്നത്. എൻ്റെ പറമ്പില് മുറ്റത്തൊക്കെ മിക്കവാറും 10-15 പന്നികൾ വരും. ഞങ്ങൾ ലൈറ്റ് ഇടുമ്പം താഴത്തെ പറമ്പുകളിലേക്ക് വരും. താഴെയുള്ള പറമ്പുകളും പരിസരത്തുള്ള പറമ്പുകളൊക്കെ കാട് വെട്ടാതെ ഇങ്ങനെ കൂടിക്കിടക്കുന്നതിന് വരെ ഈ കാട്ടിൻ്റെ അകത്താണ് ഈ പന്നികൾ ഇങ്ങനെ കണ്ടമാനം വന്ന് ശല്യം ചെയ്യുന്നത്. 10-15 പന്നികൾ ലൈനായിട്ടാണ് പോകുന്നത്. ലൈറ്റൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ പോകും. അതുപോലെ തന്നെ ഈയിടയ്ക്ക് ഈ കോളേജിൻ്റെ അടുത്ത് തീ കത്തി. അപ്പോൾ അവിടെങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പന്നികളെല്ലാം ഇവിടെ ഈ കാടായതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഈ ആൾതാമസമുള്ള വശത്തേക്ക് കയറി. ഈയിടയ്ക്ക് ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ അവിടെ നിന്നൊക്കെ പന്നികൾ ഓടി ഇവിടെ കയറി ഭയങ്കരമായ നാശനഷ്ടങ്ങളും. എൻ്റെ ഇവിടെ വെളിയിലോട്ട് നമുക്ക് ഇറങ്ങാൻ വയ്യ. 10 മണി രാത്രി അങ്ങോട്ട് കറണ്ടും കൂടെ ഇല്ലാത്ത അവസ്ഥയിലാണ് നമുക്ക് വെളിയിൽ ഇറങ്ങാൻ വയ്യ. ആ അവസ്ഥയിലാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് നടപടിപരമായിട്ട് ഇവർക്കുള്ള നഷ്ടപരിഹാരം കൊടുത്ത്, അതുപോലെ ഈ പന്നിയുടെ കാര്യത്തിൽ ഫോറസ്റ്റിൻ്റെ അടുത്ത് ഇടപെട്ട് ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം തന്നില്ലെങ്കിൽ ഈ NH ഉപരോധം അടക്കമുള്ള സമര പദ്ധതിയായിട്ട് ഞങ്ങൾ നാട്ടുകാരിറങ്ങും. അതിനുള്ള അവസരം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ബന്ധപ്പെട്ട ഫോറസ്റ്റുകാർ ഇതിന് എന്താണെങ്കിലും അതിന് കർശന നടപടിയെടുത്ത് നിയമ നടപടിയെടുത്ത് ഇത് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വനം വകുപ്പ് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.